ടെക് ലോകത്തു നിന്നുള്ള വാർത്തകൾ. ഇന്ത്യ പാക് സംഘർഷത്തിലെ സൈനിക നടപടികളെക്കുറിച്ചുള്ള തത്സമയ സംപ്രേഷണത്തിൽ നിന്നും മാധ്യമങ്ങൾ വിട്ടുനിൽക്കണമെന്ന് പ്രതിരോധ മന്ത്രാലയം. ദേശീയ സുരക്ഷയിൽ എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ടെന്നും മന്ത്രാലയം. പ്രതിരോധ പ്രവർത്തനങ്ങളുടെയും സുരക്ഷാ സേനയുടെ നീക്കങ്ങളുടെയും തത്സമയ കവറേജ് അല്ലെങ്കിൽ തത്സമയ റിപ്പോർട്ടിംഗ് ഒഴിവാക്കാൻ മാധ്യമ ചാനലുകൾ, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ, വ്യക്തികൾ എന്നിവരോട് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം അഭ്യർത്ഥിച്ചു. കാർഗിൽ യുദ്ധം, കാണ്ഡഹാർ ഹൈജാക്കിംഗ് തുടങ്ങിയ മുൻകാല സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് മന്ത്രാലയത്തിന്റെ ആവശ്യം. ഇത്തരം തന്ത്രപ്രധാനമായ വിവരങ്ങൾ വെളിപ്പെടുത്തുന്നത് സൈന്യത്തിന്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുകയും ജീവൻ അപകടത്തിലാക്കുകയും ചെയ്യുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. 2021 കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്ക് നിയമങ്ങളിലെ ഭേദഗതി പ്രകാരം ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ അംഗീകൃത ഉദ്യോഗസ്ഥർക്ക് മാത്രമേ വിവരങ്ങൾ നൽകാൻ കഴിയൂ. ദേശീയ സുരക്ഷയെക്കുറിച്ച് എല്ലാവരും ഉത്തരവാദിത്തമുള്ളവരും ശ്രദ്ധാലുക്കളുമായിരിക്കണമെന്നും മന്ത്രാലയം ആഹ്വാനം ചെയ്തു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രാജ്യത്തെ സൈബർ സുരക്ഷ വർദ്ധിപ്പിക്കണമെന്ന് കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. ഇന്ത്യ പാക് സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണിത്. രാജ്യത്തെ ധനകാര്യ സ്ഥാപനങ്ങളെയും ഡിജിറ്റൽ പേയ്മെന്റ് സൗകര്യങ്ങളെയും സംരക്ഷിക്കുന്നതിനായി അതീവ ജാഗ്രത പാലിക്കാനും സൈബർ സുരക്ഷാ നടപടികൾ ശക്തമാക്കാനും RBI, ബാങ്കുകൾ, NPCI തുടങ്ങിയ പ്രധാന ധനകാര്യ സ്ഥാപനങ്ങളോട് ധനകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. പ്രധാന ബാങ്കുകൾ, റിയൽ ടൈം പേയ്മെന്റ് സിസ്റ്റം, നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഇന്ത്യയിൽ പ്രതിമാസം ഏകദേശം 24 ലക്ഷം കോടി രൂപയുടെ മൊബൈൽ പേയ്മെന്റ് ഇടപാടുകൾ നടക്കുന്നു. പഹൽഗാം കൂട്ടക്കൊലയ്ക്ക് ശേഷം ഇന്ത്യ സ്വീകരിച്ച ഭീകരവാദ വിരുദ്ധ നടപടികളുടെ പശ്ചാത്തലത്തിലാണ് ഈ ഉപദേശം. നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് ഏത് സൈബർ ആക്രമണത്തിനും തയ്യാറായിരിക്കാൻ മിക്ക പ്രമുഖ ധനകാര്യ സ്ഥാപനങ്ങളോടും റിസർവ് ബാങ്ക് നേരത്തെ നിർദ്ദേശിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യയിലെ 8000 അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്ത് എക്സ്. കേന്ദ്ര സർക്കാർ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. സാമൂഹ്യ മാധ്യമങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കണമെന്ന കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശത്തിന് പിന്നാലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സ് നടപടികൾ ശക്തമാക്കി. ഇന്ത്യയിൽ 8000-ലധികം അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്യാനുള്ള നടപടികൾ തുടങ്ങി. സർക്കാർ നിർദ്ദേശം പാലിച്ചില്ലെങ്കിൽ വലിയ പിഴ ചുമത്തുമെന്നും കമ്പനിയുടെ ജീവനക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നുള്ള മുന്നറിയിപ്പിനെ തുടർന്നാണ് എക്സ് നടപടികൾ ആരംഭിച്ചത്. സർക്കാർ നിർദ്ദേശത്തോട് ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തുന്നതായി എക്സ് പറയുന്നു. ഇന്ത്യൻ നടപടി സെൻസർഷിപ്പിന് തുല്യമാണെന്നും എക്സ് ആരോപിക്കുന്നു. ഏതൊക്കെ പോസ്റ്റുകളാണ് ഇന്ത്യൻ നിയമങ്ങൾ ലംഘിച്ചതെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടില്ലെന്നും എക്സ് ചൂണ്ടിക്കാട്ടുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കണമെന്ന് സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകിയിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ബ്രിട്ടീഷ് കാറുകൾക്ക് താരിഫ് ഇളവ്. US-ഉം UK-യും പുതിയ വ്യാപാര കരാറിൽ ഒപ്പുവച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച പകരച്ചുങ്കം ലോകത്താകമാനമുള്ള വാഹന വ്യവസായ മേഖലയിൽ വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചത്. ഇതേ തുടർന്ന് ബ്രിട്ടീഷ് വാഹന നിർമ്മാതാക്കളായ ജാഗ്വാർ ലാൻഡ് റോവർ താൽക്കാലികമായി US-ലേക്കുള്ള വാഹന കയറ്റുമതി നിർത്തുമെന്ന് പോലും പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഡൊണാൾഡ് ട്രംപും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറും തമ്മിലുണ്ടാക്കിയ കരാർ ബ്രിട്ടീഷ് വാഹന മേഖലയ്ക്ക് വലിയ ആശ്വാസം പകരുകയാണ്. ബ്രിട്ടനിൽ നിന്ന് അമേരിക്കയിൽ ആദ്യമെത്തുന്ന 1 ലക്ഷം വാഹനങ്ങൾക്ക് 10% തീരുവ മാത്രമായിരിക്കും ഈടാക്കുകയെന്നാണ് കരാറിൽ പറയുന്നത്. ഇതിനുശേഷമുള്ള ഓരോ വാഹനത്തിനും 25% ഇറക്കുമതി തീരുവ ഈടാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ബ്രിട്ടീഷ് വാഹന നിർമ്മാതാക്കളായ ജാഗ്വാർ ലാൻഡ് റോവർ, മിനി റോൾസ് റോയ്സ്, മക്ലാരൻ, ലോട്ടസ് തുടങ്ങിയ കമ്പനികളെല്ലാം ചേർത്തുള്ള കയറ്റുമതി 2024 1 ലക്ഷം കടന്നിരുന്നു. എന്നാൽ ഈ വാഹനങ്ങളെല്ലാം ബ്രിട്ടനിൽ നിർമ്മിച്ചവയല്ലെന്നതാണ് ശ്രദ്ധേയം. തീരുവയിൽ കുറവ് വരുത്താൻ തീരുമാനിച്ചതിനെ ചരിത്രപരമായ നീക്കമെന്നാണ് UK വിശേഷിപ്പിച്ചിരിക്കുന്നത്. വാഹന നിർമ്മാതാക്കളുടെ നികുതി കുറയ്ക്കുകയും സ്റ്റീൽ കയറ്റുമതിക്കുള്ള തീരുവ വെട്ടിച്ചുരുക്കുകയും ചെയ്തതിലൂടെ തൊഴിലവസരങ്ങൾ സംരക്ഷിക്കുകയും കയറ്റുമതികൾക്ക് സ്ഥിരത ഉറപ്പാക്കുകയും ചെയ്യുമെന്നും ബ്രിട്ടൻ അറിയിച്ചു. വാഹനങ്ങളുടെ തീരുവ 10% കുറയ്ക്കുന്നതിലൂടെ ലാൻഡ് റോവറിന് മാത്രം പ്രതിവർഷം കോടിക്കണക്കിന് രൂപയുടെ ലാഭമുണ്ടാകുമെന്നും അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. BSNL ഉപയോക്താക്കളുടെ എണ്ണത്തിൽ വർധനവ്. 1.5 ലക്ഷത്തോളം പുതിയ ഉപയോക്താക്കളെയാണ് BSNL നേടിയത്. ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ സബ്സ്ക്രിപ്ഷൻ ഡാറ്റ പ്രകാരമുള്ള 2025 മാർച്ചിലെ കണക്കുകളാണ് പുറത്തുവന്നത്. ഇതുപ്രകാരം വോഡാഫോൺ ഐഡിയ ഒഴികെയുള്ള എല്ലാ ടെലികോം സേവനദാതാക്കൾക്കും പുതിയ സബ്സ്ക്രൈബേഴ്സിനെ ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാർച്ചിൽ രാജ്യത്താകെ 29.31 ലക്ഷം പുതിയ മൊബൈൽ സബ്സ്ക്രൈബേഴ്സാണ് പുതിയതായി ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ടെലികോം സേവനദാതാക്കൾ എന്ന സ്ഥാനം റിലയൻസ് ജിയോ നിലനിർത്തിയിട്ടുണ്ട്. 2025 മാർച്ചിൽ ജിയോയ്ക്ക് 21.74 ലക്ഷം പുതിയ ഉപയോക്താക്കളെ ലഭിച്ചു.
ഇതോടെ കമ്പനിയുടെ ആകെ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം 49.97 കോടിയിലെത്തി. വിപണി വിഹിതത്തിൽ രണ്ടാം സ്ഥാനമുള്ള എയർടെലിന് പുതിയതായി 12.5 ലക്ഷം ഉപയോക്താക്കളെയാണ് ലഭിച്ചത്. ജിയോയും എയർടെലും ഇത്തരത്തിൽ നേട്ടമുണ്ടാക്കിയപ്പോൾ ഇന്ത്യയിലെ മറ്റൊരു പ്രമുഖ ടെലികോം സേവനദാതാവായ വോഡാഫോൺ ഐഡിയയ്ക്ക് ഉപയോക്താക്കളെ നഷ്ടപ്പെടുകയാണുണ്ടായത്. പൊതുമേഖലാ സ്ഥാപനമായ BSNLന് 2025 മാർച്ചിൽ 49,177 പുതിയ ഉപയോക്താക്കളെ ലഭിച്ചു. ഇതോടെ ആകെ യൂസേഴ്സിന്റെ എണ്ണം 9.1 കോടിയായി മാറി. അതേസമയം തൊട്ടുമുൻപത്തെ മാസമായ ഫെബ്രുവരിയിൽ കമ്പനിക്ക് 5.67 ലക്ഷം ഉപയോക്താക്കളെ നഷ്ടപ്പെട്ടിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.